ഇത്തവണത്തെ ഓണം ഒളിമ്പ്യൻ ആകാശ് മാധവന് ഏറെ സ്പെഷ്യലാണ്. കുഞ്ഞു പിറന്നതിന് ശേഷമുള്ള ആദ്യ ഓണമാണ്. ഇന്തോനേഷ്യൻ സ്വദേശിയായ ദേവിയാണ് ആകാശിന്റെ ജീവിത പങ്കാളി. ഈ കുടുംബത്തിന്റെ ഓണവിശേഷങ്ങളിലേക്കാണ് ഇനി വിപിൻ സി വിജയന്റെ റിപ്പോർട്ട്. നമസ്കാരം. ഒളിമ്പ്യൻ ആകാശ് മാധവനും ഭാര്യ ദേവിയും അവരുടെ ഓമന മകൾ ദുർഗയുമാണ് ഓണവിശേഷങ്ങളുമായി 24-നൊപ്പം ചേരുന്നത്. ആകാശ്, അപ്പോൾ നമസ്കാരം. എങ്ങനെയാണ് ഈ വർഷത്തെ ഒരു ഓണം? മകൾ ദുർഗ ആദ്യത്തെ ഓണമാണ് മകൾ ഉണ്ടായതിനു ശേഷമുള്ളത്. ഒപ്പം തന്നെ ദേവി ഇന്തോനേഷ്യൻ സ്വദേശി കൂടിയാണ്. അപ്പോൾ നമുക്കത് അവരുടെയൊക്കെ ഓണവിശേഷങ്ങൾ കൂടി ഒന്ന് ചോദിച്ചറിയാം. ദുർഗയുടെ ആദ്യത്തെ ഓണമാണ്. അപ്പോൾ അത് ഞങ്ങൾ വലിയൊരു എക്സൈറ്റ്മെൻറ്റിലും ഒരു ഭയങ്കരമായിട്ട് ആഘോഷിക്കാനുള്ള ഒരു പ്ലാനിൽ തന്നെയാണ്. അപ്പോൾ അവളുമായിട്ട് ഈ ഓണം അവൾക്ക് വേണ്ടി ഡെയിലി പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സമയം കണ്ടെത്തിയിട്ട് അവൾക്ക് വേണ്ടിയിട്ട് 2 ഫോട്ടോ ഒക്കെ എടുക്കണമല്ലോ, ആഘോഷിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നല്ല പൂക്കളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ദേവി, നമസ്കാരം. നമസ്കാരം. മലയാളം അറിയോ? അറിയും. ഡയലി കോൺവെർസേഷൻ അറിയും. പറയാൻ കുറച്ച് പറയാൻ. സ്പെഷ്യൽ കോൺവെർസേഷൻ ബുദ്ധിമുട്ട്. ഡു യു ലൈക്ക് കേരള? ഞാൻ ഇഷ്ടം. ഇവിടെ മേലാറ്റൂരിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? മേലാറ്റൂർ സൂപ്പർ. All area already come. Then even for veggie seller, they are super. I really like their hospitality in here, Melatur also. How you feel our Onam celebration? Onam celebration is here is super. Indonesia celebration there, but it will be happen on Eid Mubarak. ഇന്തോനേഷ്യയിലേക്ക് പോയിട്ട് ഒത്തിരി ആയോ? ഇപ്പോൾ 2 വർഷത്തോളമായി. കാരണം എന്ന് വെച്ചാൽ ഒന്നല്ല, അവൾ വന്ന ടൈമിൽ ജനുവരി ഓഗസ്റ്റ് ലാസ്റ്റ് 23 23 യു കെയിം ലാസ്റ്റ് 2023 ഓഗസ്റ്റ് ടൈമിലായിട്ടാണ് വന്നത്. ജനുവരി ആയപ്പോഴേക്കും അവൾ പ്രഗ്നൻ്റ് ആയി. പിന്നെ അവൾക്ക് പോകാൻ പറ്റിയില്ല. അടുത്ത ഓഗസ്റ്റ് ആയപ്പോഴേക്കും സെപ്റ്റംബർ ഡെലിവറിയും ഒക്കെ. ഡെയിലി വീഡിയോ കോൾ കാണും, വീഡിയോ കോളിൽ സംസാരിക്കും ഒക്കെ ചെയ്യും. നമ്മുടെ ഇവിടുത്തെ മലയാളികളും ഇന്തോനേഷ്യൻസും തമ്മിലുള്ള മെയിൻ സിമിലാരിറ്റീസ് എന്തൊക്കെയാ? Food, name food, Pamputu we have. But here, Pamputu is for sweet, salty dish. In Indonesia, become dessert, means sweet. സ്വീറ്റ് ആണ്. So here, അപ്പം പുട്ടും അവിടെയും പക്ഷെ സ്വീറ്റ് ആണ്. ഓക്കെ. ഇപ്പൊ എവിടെ പോയാലും ഒളിമ്പ്യനാണ് എന്നുള്ളതാണല്ലോ ഒരു അറിയപ്പെടുന്നത്. 2013 അല്ലേ ആദ്യത്തെ ഒരു ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത്. ഇപ്പൊ അതിനുശേഷം ഇപ്പോൾ പാരാ ഏഷ്യൻ ഗെയിംസിൽ വരെ എത്തി നിൽക്കുന്നു. 2023 അവസാനം ഞാൻ ഇന്റർനാഷണൽ പാരാ ഏഷ്യൻ ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണ്. അത് കഴിഞ്ഞ ശേഷം എനിക്ക് എൻ്റെ ജോലി തിരക്കും എൻ്റെ വീട്ടിലെ തിരക്കും പിന്നെ ദേവി പ്രഗ്നൻ്റ് ഡെലിവറി ആയിട്ടുള്ള ദുർഗയും ആ തിരക്കിലേക്കൊക്കെ മാറിയപ്പോൾ എനിക്ക് പ്രാക്ടീസിനും ഈവൻ സ്പോർട്സിനും വരെ എനിക്ക് പങ്കെടുക്കാനുള്ള ഒരു കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ വന്നു. ജസ്റ്റ് ഇമാജിൻ ഇഫ് യുവർ ചൈൽഡ് ബിക്കം ആൻ അത്ലറ്റിക്, വാട്ട് വുഡ് യു ലൈക്ക് ടു സീ ഹർ പ്ലേ ഫോർ ഇന്ത്യ ഓർ ഇന്തോനേഷ്യ? She is actually Indian citizenship. Yeah. What he represent, it will be her choice that time. If you asking me what I want the best, just like all mother, I want the best of her. Whether he represent India or Indonesia, we as parents will support that. അപ്പോൾ സ്പോർട്സിലൊക്കെ എല്ലാ ആഗ്രഹങ്ങളും പൂവണിയട്ടെ. നല്ലൊരു ഓണാശംസകൾ. ഓക്കെ, അതേപോലെ തന്നെ താങ്ക് യു സോ മച്ച്. 24 ചാനലിൽ നിങ്ങളുടെ ഇൻ്റർവ്യൂ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ശ്രീകണ്ഠൻ സാറിൻ്റെ ഒരു കോടീശ്വരൻ എന്ന പ്രോഗ്രാമിലൂടെയാണ് ഞാൻ 24-ൽ ഒരു പ്രവേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം വലിയൊരു ഹിറ്റും എനിക്ക് ആ ചാനൽ വഴിയാണ് ഞാൻ ഇവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പുറം ലോകം അറിഞ്ഞത്. പുറത്തു വന്നത് ശ്രീകണ്ഠൻ സാറിൻ്റെ 24 ചാനലിനാണ്. അപ്പോൾ ഒരു അടിപൊളി ഓണം പാട്ടാവാം ഇനി. പൂവിലി പൂവിലി പൂനുനമായി നീ വാരു പൂനുന തുമ്പി ഈ പൂവിലിയിൽ മുഖം പൂനിൻ മുത്തമ്മ തുമ്പു വയലിൽ നീ വാരു
pengen ada. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.